നമസ്കാരം, യോഗനാഥം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. പോപ്പുലർ ഫ്രണ്ട് കേസുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇന്നും NIA റെയ്ഡ്. കൊല്ലം ചാത്തനാംകുളത്തെ PFI പ്രവർത്തകന്റെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. PFI പ്രവർത്തകനായിരുന്ന നിസാറുദ്ദീന്റെ വീട്ടിലായിരുന്നു പരിശോധന. ഡയറിയും തിരിച്ചറിയൽ രേഖകളും NIA ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിന് പിന്നാലെ ചവറ സ്വദേശി മുഹമ്മദ് സാദിഖിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടിയിൽ ഇയാൾ പങ്കെടുത്തിരുന്നു. മാത്രവുമല്ല, വിവിധ യാത്രയുമായി ബന്ധപ്പെട്ട രേഖകളും ഇയാളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ചവറ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വീണ്ടും നവജാത ശിശുക്കൾ മരിച്ചു. കാർത്തികപ്പള്ളി സ്വദേശിയുടെ ഇരട്ട കുട്ടികളാണ് പ്രസവത്തിനിടയിൽ മരിച്ചത്. 4 ദിവസം മുൻപാണ് ഇവർ ആശുപത്രിയിൽ എത്തിയത്. ഇന്നായിരുന്നു ശസ്ത്രക്രിയ പറഞ്ഞിരുന്നത്. എന്നാൽ വേദന കൂടിയതോടെ ഇന്നലെ വൈകിട്ട് തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. പുറത്തെടുത്തപ്പോൾ കുഞ്ഞുങ്ങൾ മരിച്ചിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. SN ട്രസ്റ്റ് ബൈലോ ഭേദഗതി ചെയ്ത ഹൈക്കോടതി വിധി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കുടുംബത്തിനും വൻ തിരിച്ചടിയായി. വഞ്ചനാ കേസുകളിലും ട്രസ്റ്റിന്റെ സ്വത്ത് സംബന്ധമായ കേസുകളിലും ഉൾപ്പെട്ടവർ ട്രസ്റ്റ് ഭാരവാഹിത്വത്തിൽ നിന്നും വിട്ടുനിൽക്കണം എന്ന ഡിവിഷൻ ബെഞ്ച് വിധിയാണ് വെള്ളാപ്പള്ളിക്ക് പ്രതികൂലമാകുന്നത്. ക്രിമിനൽ കേസുകളിൽ കുറ്റവിമുക്തരാകുന്നതുവരെ ട്രസ്റ്റ് ഭാരവാഹികളായി തുടരാൻ പാടില്ലെന്നാണ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖിന്റെ ഉത്തരവിൽ പറയുന്നത്. വഞ്ചനാ കേസുകളിൽപ്പെട്ടവർ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിയണമെന്ന് SN ട്രസ്റ്റ് ബൈലോ ഭേദഗതി ചെയ്ത ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ R വിനോദ്. വിധി ശ്രീനാരായണ ഗുരുദേവന്റെ അദൃശ്യമായ കരസ്പർശത്താൽ സംഭവിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. SN ട്രസ്റ്റ് ബൈലോയിൽ നിർണായക ഭേദഗതി വരുത്താനുള്ള ഹൈക്കോടതി വിധി ജനങ്ങൾ ആഗ്രഹിച്ചതാണെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ. വെള്ളാപ്പള്ളി നടേശന്റെ അതിക്രമത്തിന് ലഭിച്ച കനത്ത തിരിച്ചടിയാണ് വിധിയെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. ഈ വിജയം സത്യത്തിന്റേതാണ്. ഇനി നീതിപൂർവ്വം തെരഞ്ഞെടുപ്പ് നടക്കണമെന്നും ഗോകുലം ഗോപാലൻ അഭിപ്രായപ്പെട്ടു. PT7 വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. ധോണിയിൽ വീടിന്റെ മതിൽ തകർത്തു. കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യ സംഘം ഇന്ന് ധോണിയിലെത്തും. രാത്രി 1 മണിയോടെ നാട്ടിലിറങ്ങിയ ഒറ്റയാൻ 3 മണിക്കൂർ നേരം കഴിഞ്ഞാണ് പിൻവാങ്ങിയത്. അർദ്ധരാത്രി 12 മണിയോടെയാണ് ആന ഇറങ്ങിയത്. ഭീതി പരത്തി ഏറെ നേരം ജനവാസ മേഖലയിൽ തുടർന്നു. തിങ്കളാഴ്ച മുതൽ ജനകീയ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. ശബരിമലയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വരുമാനം. സന്നിധാനത്ത് എണ്ണി തീർക്കാൻ കഴിയാതെ ഭണ്ഡാരത്തിൽ നാണയങ്ങൾ കുമിഞ്ഞുകൂടി. ഭണ്ഡാരം കെട്ടിടത്തിന്റെ 3 ഭാഗത്തായി നാണയങ്ങൾ മല പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിൽ മണ്ഡലകാലം മുതലുള്ള നാണയങ്ങളുണ്ട്. നാണയങ്ങൾ എണ്ണിയെടുക്കണോ അതോ തൂക്കിയെടുക്കണോ എന്ന സംശയത്തിലാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ. എറണാകുളം പറവൂരിലെ ഭക്ഷ്യവിഷബാധയിൽ ഒരാൾ കസ്റ്റഡിയിൽ. മജ്ലിസ് ഹോട്ടലിലെ പാചകക്കാരൻ ഹസൈനാറാണ് പിടിയിലായത്. ഉടമ ഒളിവിലാണ്. നഗരസഭാ ഓഫീസിലേക്ക് ഇന്ന് DYFI മാർച്ച് നടത്തും. ഇന്നലെ വൈകിട്ട് മജ്ലിസ് ഹോട്ടലിൽ നിന്നും കുഴിമന്തിയും അൽഫാമും ഷവായിയും മറ്റും കഴിച്ചവർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായത്. മയണൈസും പലരും കഴിച്ചിരുന്നു. രാവിലെ 3 വിദ്യാർത്ഥികളെയാണ് ആദ്യം പറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ഭക്ഷ്യവിഷബാധ ഏറ്റവരുടെ എണ്ണം അതിവേഗം ഉയരുകയായിരുന്നു. ഗുണ്ടാബന്ധമുള്ള പോലീസുകാരെ കണ്ടെത്താൻ ജില്ലാതല പരിശോധനയ്ക്ക് നിർദ്ദേശം. SIമാരുടെ അടക്കം പ്രവർത്തനം നിരീക്ഷിച്ച് റിപ്പോർട്ട് നൽകാൻ SP-മാർക്ക് DGP നിർദ്ദേശം നൽകി. തിരുവനന്തപുരം റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഗുണ്ടാ സംഘങ്ങളുടെ ഒത്തുചേരലിൽ പങ്കെടുത്തതിൽ അന്വേഷണം നടത്തും. പോലീസ് ഗുണ്ടാ ബന്ധം തെളിഞ്ഞതോടെ മുഖം രക്ഷിക്കാൻ കൂടുതൽ വ്യാപക അഴിച്ചുപണിക്കൊരുങ്ങുകയാണ് സർക്കാർ. സംസ്ഥാന വ്യാപകമായി 100-ലേറെ SHOമാരെ സ്ഥലം മാറ്റം. തിരുവനന്തപുരം മംഗലപുരം സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും മാറ്റും. ഗുണ്ടാ ബന്ധമുള്ള 2 DYSP-മാർക്കെതിരെയും നടപടി വരും. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തും. തുടർന്ന് അദ്ദേഹം റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പങ്കെടുക്കും. സർക്കാരുമായുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലിന് ശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാനെത്തുന്നത്. ജോഷിമഠിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും മഴയ്ക്കും സാധ്യത. പ്രദേശത്ത് 150 mm മഴ പെയ്തേക്കുമെന്നാണ് മുന്നറിയിപ്പ്. മാത്രമല്ല 6 അടി വരെ മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യത. ഭൂമി കൂടുതൽ ഇടിഞ്ഞു താഴാൻ മഴ കാരണമാകുമെന്നതിനാൽ പരമാവധി ആളുകളെ മാറ്റാനാണ് നിർദ്ദേശം. ഈ മാസം 23 മുതൽ 27 വരെയാണ് മുന്നറിയിപ്പ്. അടുത്ത വർഷം ജൂൺ വരെ BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് JP നദ്ദ തുടരുമെന്ന് അമിത് ഷാ ദേശീയ നിർവാഹക സമിതിയിൽ പ്രഖ്യാപിച്ചു. യോഗത്തിൽ
നദ്ദയുടെ പേര് നിർദ്ദേശിച്ചത് രാജ്നാഥ് സിംഗ് ആണ്. തീരുമാനം ഐകകണ്ഠ്യേനയായിരുന്നു. ICC ടെസ്റ്റ് ടീം റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം തിരിച്ചുപിടിച്ച് ഇന്ത്യ. ഓസ്ട്രേലിയയെ 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഇന്ത്യ 1-ാമതെത്തിയത്. 32 മത്സരങ്ങളിൽ 115 റേറ്റിംഗ് പോയിന്റാണ് ഇന്ത്യ നേടിയത്. 2-ാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയയ്ക്ക് 29 മത്സരങ്ങളിൽ 111 റേറ്റിംഗ് പോയിന്റാണുള്ളത്. 106 പോയിന്റുമായി ഇംഗ്ലണ്ടും 100 പോയിന്റുമായി ന്യൂസിലൻഡുമാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിലുള്ളത്. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ശ്രീലങ്കയ്ക്കെതിരെ നടന്ന പരമ്പര തൂത്തുവാരിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ കിവീസിനെ നേരിടുക. അതേസമയം ശ്രേയസ് അയ്യരുടെ അഭാവം ഇന്ത്യയെ അലട്ടുന്നുണ്ട്. ശ്രേയസിന് പകരം രജത് പടിദാർ ടീമിലെത്തും. മധ്യനിരയിൽ ശ്രേയസിന്റെ അഭാവത്തിൽ ഇഷാൻ കിഷൻ ബാറ്റ് ചെയ്യും. 21-ന് റായ്പൂരും 24-ന് ഇൻഡോറിലുമാണ് മറ്റു മത്സരങ്ങൾ. പിന്നാലെ 3 20-20യുമുണ്ട്. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.